കാരണം ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് എനിക്കും എന്റെ ചുറ്റുപാട് എനിക്കറിയാവുന്ന ആളുകളൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലേ. നമുക്കൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പ്രകൃതിക്ക് ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ ആരംഭിക്കാം. ഓക്കെ, നമ്മളെല്ലാവരും ഈ രാവിലെ ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നത് പുതിയ പുതിയ അറിവുകള്, പുതിയ പുതിയ വ്യക്തികളെ പരിചയപ്പെടുക അല്ലെ ഒക്കെയാണ്. എന്തൊക്കെ അക്വയർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ, അത്രയും നോളജുകളൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ അത് അക്വയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കണം. പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചു വന്നിരുന്നു 10ാം ക്ലാസ് വരെ, +2, ഡിഗ്രി. ആ പഠിച്ചതൊന്നും ജീവിതത്തിൽ എവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷെ ഈ രാവിലെ 6 മണിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈഡ് നോളജ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും, എല്ലാവരുടെ കയ്യിൽ നിന്നും. കാരണം അവര് ഫീൽഡിൽ കിട്ടുന്ന സാധനങ്ങളാണ്, അവര് ചെയ്ത് വന്ന വഴികളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതേപോലെ തന്നെ കുറെ കാര്യങ്ങള് നമുക്ക് ഇതുവരെ നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് പലരും പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. എങ്ങനെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു ബിസിനസ് വിജയിച്ച ഒരാളും തന്റെ ബിസിനസിന്റെ സീക്രട്ട് വേറൊരാളോട് പറഞ്ഞു കൊടുക്കില്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒഴിച്ച്. അതേപോലെ ഇന്ന് നമ്മൾക്ക് ഇവിടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയാറുള്ളത്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കും, ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യും അല്ലെ. അതിലൂടെ കോശങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു മിറാക്കിൾ തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ വെക്കാറുള്ളത്. അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. പക്ഷെ എന്നാലും കുറച്ച് അതിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു ചെന്ന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതൊക്കെ നല്ലതായിരിക്കും. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം. KBCയിൽ ഒരുപാട് മേഖലകളിൽ നിന്ന് വന്ന ആളുകളുണ്ട് നമുക്ക് അല്ലെ. പോലീസ് മേഖലയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമായിട്ടുള്ളുണ്ട്, നേവിയുടെ ഭാഗമായിട്ടുണ്ട്, പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പല മേഖലകളിൽ വന്ന ആളുകളുണ്ട്. നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് കൊയിലാണ്ടി സ്വദേശി സതീശൻ സാറാണ്. അദ്ദേഹം ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു ഓഫീസറാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ മിലിറ്ററി റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ഇദ്ദേഹം നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ കമ്മ്യൂണിക്കേഷൻ വിങ്ങിലായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ പറയുന്നതായിരിക്കും നല്ലത്. പക്ഷെ നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്, നമുക്കുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വിങ്ങില് അവിടെ വരുന്ന കോളുകൾ ഉണ്ടാവും, അനോണിമസ് ആയിട്ടുള്ള കോളുകൾ സൗണ്ട് വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് ലഷ്കർ-എ-തയ്യബ ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തീവ്രവാദ സംഘടനയാണോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നത് അവരുടെ ടൊണാലിറ്റിയുടെയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു മെത്തേഡ് ഉണ്ടാവും, ഒരു വേ ഓഫ് ഡെലിവറി കോഡുകളിലൂടെ ഒക്കെയുള്ള. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറാണ് നമ്മളോട് ഇന്ന് സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും ബഹുമാനം ആദ്യം തന്നെ അദ്ദേഹത്തിന് തരികയാണ്. സതീഷ് സാറിനെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം സർ, സ്റ്റേജ് ഈസ് യുവേഴ്സ്. താങ്ക് യു സർ. മിനി സാറ് എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. എല്ലാ ദിവസവും ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ക്ലാസ് എടുത്ത് തരുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് സാറ്, മെന്ററാണ്. അപ്പോ അദ്ദേഹത്തെ പറ്റി പറയാനൊന്നുമില്ല. ഓക്കെ, അപ്പോ എന്റെ പേര് പരിചയപ്പെടുത്തി. എന്നിരുന്നാലും ഈ സൂമില് എനിക്ക് തോന്നുന്നു എന്നെ അറിയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ എന്റെ പേര് പറയുകയാണ്. എന്റെ പേര് സതീശൻ OM, കൊയിലാണ്ടിയാണ് സ്വദേശം. ഞാൻ ഈ ബയോട്ടേറിയത്തിൽ 2 വർഷത്തിലേറെയായി ഉള്ളത്. അപ്പൊ ഞാൻ ഒരു ബേസിക് ആയിട്ട് ഒരു എക്സ് സർവീസ് മാൻ ആണ്. ഇന്ത്യൻ ആർമിയിൽ നമ്മളെ സീനൽ കോറിൽ കമ്മ്യൂണിക്കേഷൻ വിങ്ങിലായിരുന്നു. നമുക്കറിയാലോ കമ്മ്യൂണിക്കേഷൻ വിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ നമുക്കറിയാലോ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. അല്ലെ പല കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോ അന്ന് ഞാനൊക്കെ സർവീസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സാങ്കേതിക വിദ്യ അന്ന് വളരെ പരിമിതമായിരുന്നു. വാട്സപ്പ് ഒന്നും ഇല്ലാത്ത സമയം നമ്മള് ഒരു മെസ്സേജ് ഒക്കെ പാസ് ചെയ്യണമെന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒരു കാലാവസ്ഥ വ്യതിയാനമൊക്കെ വരുമ്പോൾ അതിന്റെ സിങ്ക്രോണൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ ലാനായിരുന്നു ഉണ്ടായിരുന്നത്. ലാൻ എന്ന കണക്ഷൻ ആയിരുന്നു പണ്ടൊക്കെ. അപ്പൊ അതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു.
ഇവിടുന്ന് ഡൽഹി വരെ എത്തിക്കണമെന്നുണ്ടെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഒരു മെസ്സേജ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒരു രാത്രി മൊത്തം നമ്മളായിരുന്നു ചെയ്യേണ്ടി വരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ആരെങ്കിലും പട്ടാളക്കാരായിട്ടുണ്ടോ? ഇതിൽ ഇന്ന് ഇവിടെ ആരെങ്കിലും ഇരിക്കുന്നവരുണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ പട്ടാളക്കാരായിട്ട്? എനിക്ക് തോന്നുന്നു നമ്മളെ പുരുഷോത്തമൻ സാറിന്റെ നമ്മുടെ പുഷ്കരൻ സാറ് സൈഡിൽ ഒരാളുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ പട്ടാളക്കാർ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുക തള്ളാണല്ലേ, വേണായി എന്നൊക്കെ പറയും. പൊതുവെ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ആൾ തള്ളാണെന്ന് പറയുന്നത്. അതാണ് അത് നിങ്ങളെ കുറ്റം കൊണ്ടല്ല, നമ്മളെ കലാകാരന്മാരും അത് എഴുത്തുകാരും സിനിമക്കാരൊക്കെ ഉണ്ടാക്കി എടുത്ത ഒരു രൂപമാറ്റമാണ്. പക്ഷെ ഈ എന്ന് പറഞ്ഞാല് അവര് തള്ളലല്ല വിടുന്നത്, അവര് അനുഭവിച്ച അല്ലെങ്കിൽ അവർ പ്രകൃതിയോട് മല്ലിട്ട് കൊണ്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആദ്യം അവർ പ്രകൃതിയോട് മല്ലിടണം, കൊടും തണുപ്പത്തും അതേ വെയിലത്തും ഒക്കെ നിൽക്കുന്നത്. അപ്പൊ ആ സംഭവം അങ്ങനെ പറയുമ്പോ ഇവിടെ നമ്മൾ എന്താ പറയുക, നല്ല അന്തരീക്ഷത്തിലും അതുപോലെ തന്നെ അറബിക്കാറ്റൊക്കെ കടൽക്കാറ്റൊക്കെ അടിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ സംഗതിയൊക്കെ പറയുമ്പോൾ അവർക്ക് തള്ളലായിട്ട് തോന്നും. അത് സ്വാഭാവികം. ഓക്കെ, അപ്പൊ എന്റെ ഒരു അനുഭവം പറയാം. കാരണം നമ്മളെ പട്ടാളത്തില് എന്ന് പറഞ്ഞാല് യൂണിറ്റ് വൈസാണ് മൂവ് പല യൂണിറ്റുകളും. പക്ഷെ കോർ ആയതുകൊണ്ട് ട്രാൻസ്ഫർ ആണ്, ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ആണ് ഉണ്ടാവുക. അപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് പഠിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ എടുത്ത കാര്യങ്ങളോ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവിടെയുള്ള ലാംഗ്വേജ് ആയിരിക്കില്ല അടുത്ത യൂണിറ്റ് പോവുക. അവിടെയുള്ള എക്യുപ്മെന്റും കാര്യങ്ങളും സിസ്റ്റവും ഒക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് പോയ സമയത്ത് അന്ന് തന്നെ എന്നെ ഒരു ഡിറ്റാച്ച്മെന്റിലേക്ക് പറഞ്ഞേക്കാണ്. അപ്പൊ അവിടെ ഒരു സുബേദാർ സാബിന് റിട്ടയർമെന്റ് പോകണം, പെട്ടെന്ന് തന്നെ പോകണം. അപ്പൊ ഞാനൊരു പുതിയ ആളാണ്, എനിക്കൊന്നും സിസ്റ്റത്തിനെ പറ്റി ഒന്നും അറിയില്ല. എന്നാലും ഒരു ആളെന്ന നിലയിൽ എന്നെ അങ്ങ് പറഞ്ഞു. അപ്പം നമുക്കറിയാമല്ലോ പട്ടാളത്തിൽ നമുക്ക് ഒരു ഇതുമില്ല, പോകാൻ പറഞ്ഞാൽ പോകാത്ര. അങ്ങനെ അവിടെ പോയി ഒരു ഷെൽട്ടറാണ്, വണ്ടീൻ്റെ ഷെൽട്ടറാണ്, AC ഒക്കെ ഉള്ള ഒരു ഷെൽട്ടർ, എക്യുപ്മെന്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, അദ്ദേഹം എന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു. അവിടെയുള്ള സാധനത്തിന്റെ ചാർജ് എല്ലാം എനിക്ക് എഴുതി തന്നു. പിന്നീട് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം എന്നെ ആ സീറ്റിൽ ഇരുത്തിച്ചു. അതേ ഇരുന്ന സീറ്റിൽ ഇരുത്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കമ്പ്യൂട്ടർ കാണുന്നത്. കമ്പ്യൂട്ടർ ആദ്യം കൈകൊണ്ട് തൊടുന്നത് ഞാനാ. അപ്പൊ ഞാൻ ആ സമയത്താണ്. അപ്പോ അത് മൗസ് അല്ല കേട്ടോ, അവിടെ ട്രാക്ക് ബോർഡ് ആണല്ലേ. അപ്പൊ ട്രാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിച്ച് പോകണം. അപ്പൊ ആ കർസർ പോകും. അപ്പൊ നമ്മളെ മാപ്പിൽ നമ്മുടെ മോണിറ്ററിൽ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അതൊക്കെ ആ സമയത്ത് അവര് സംസാരിക്കുന്ന, മനീഷ് സാർ പറഞ്ഞ മാതിരി തന്നെ അവർ സംസാരിക്കുന്ന സമയത്ത് ഒരു 2-3 മിനിറ്റ് സംസാരിക്കും, അധികമൊന്നും സംസാരിക്കില്ല. ആ സമയത്ത് നമ്മൾ അവരുടെ മെസ്സേജ് ഇന്റർസെപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ അവിടെ ലൊക്കേഷൻ സൈമൾട്ടേനിയസ് ചെയ്യണം. രണ്ടും കൂടി ഒരേ സമയത്ത് ചെയ്യണം. അപ്പം മാത്രമേ അതിന്റെ കറക്റ്റ് ഇത് കിട്ടൂ. അപ്പോ ആ ലൊക്കേഷനൊക്കെ കിട്ടാൻ, അപ്പൊ ഈ ലൊക്കേഷനൊക്കെ മുകളിലേക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അപ്പം 2-3 പ്രാവശ്യം ഇങ്ങനെ തന്നെ എന്റെ കർസർ ഞാൻ ചെയ്യുമ്പോൾ എന്റെ കർസർ എവിടെയാ പോയെന്ന് അറിയില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിലോ അല്ലെങ്കിൽ അറബിക്കടലോ ഒരു നീല ഒരു ബോർഡ് മാത്രമേ കാണുന്നുള്ളൂ, ഒരു സാധനം കാണുന്നില്ല, മാപ്പ് നടന്ന സാധനം കാണുന്നില്ല. അങ്ങനെ ഞാൻ തോണ്ടി കഴിച്ച ഒരു രക്ഷയില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ നമ്മളെ ആ ഇന്റർസെപ്ഷൻ മുടങ്ങിപ്പോയി. അപ്പോ ഇദ്ദേഹം അടുത്തിരിക്കുന്ന ഒരു കാശ്മീരി പയ്യനുണ്ട്, അദ്ദേഹം പട്ടാളക്കാരനാണ്, ട്രാൻസ്ലേറ്ററാണ്. മൂപ്പരോട് എന്തോ പറയുന്നത് ഞാൻ കേട്ടു. പിന്നീട് അവിടെ ഇറങ്ങിപ്പോയി. അതിനുശേഷം ഞാൻ ആ കാശ്മീരി പയ്യനോട് ചോദിച്ചു, എന്താ സാറെന്താ പറഞ്ഞു ചോദിച്ചു. എന്താ പറഞ്ഞേ, നിങ്ങൾ കുറെ വേർക്കിട്ടോ, വെള്ളം കുടിക്കൂട്ടോ എന്നിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത് കമ്പ്യൂട്ടറിലൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് തോന്നിയോ ഞാനും കുറച്ച് വിഷമിക്കുള്ളൂ. അങ്ങനെ അദ്ദേഹം അതിന്റെ വിറ്റേന്ന് വിട്ട സൂട്ട് കേസ് ഒക്കെ എടുത്ത് അദ്ദേഹം ഇറങ്ങി പുറത്ത് യൂണിറ്റിലേക്ക് പോയി. അപ്പോ പിന്നീട് എനിക്ക് എന്താണ് റെസ്പോൺസിബിലിറ്റി തലയിൽ വന്നു അല്ലേ. അപ്പൊ എനിക്ക് ഇത് പഠിച്ചേ പറ്റൂ. ഏത് കാരണത്താണ് 2 ദിവസം മെനക്കെട്ട് ഞാനത് പഠിച്ചു, കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മള് വരുന്ന ആളിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു, അത് ആരാണെന്നുള്ളത് എഴുതി കൊടുക്കാൻ, ആരാണ് സംസാരിക്കുന്നുള്ളത് എഴുതി ടൈപ്പ് ചെയ്ത് ഇട്ടാൻ കൊടുക്കണം, പെട്ടെന്ന് എഴുതി കൊടുക്കണം. അങ്ങനെ 2 മാസത്തിനുള്ളിൽ വളരെ കൃത്യതയോടെ എനിക്കത് ചെയ്യാനൊക്കെ പറ്റി. അങ്ങനെ ആ കസേര ഇരുന്നുകൊണ്ട് തന്നെ ഇതിന്റെ ഈ മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻഫ്രണ്ടിക്കാരൊക്കെ ചിലപ്പം അതിൽ സെർച്ച് ചെയ്യാനോ അതുപോലെ തന്നെ ലോക്ക്ഡൌൺ ചെയ്ത് അവരെ കീഴ്പ്പെടുത്തുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നിരവധി കേസുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ
ഞാൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജിന്റെ അടിസ്ഥാനത്തിലൊക്കെ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നമ്മൾ ആർമി ചീഫിന്റെ കമന്റേഷൻ കാർഡ് വരെ എനിക്ക് ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് കിട്ടിയെന്നുള്ളതാണ്. കമന്റേഷൻ നമ്മൾ ബാഡ്ജ് ധരിക്കാൻ പറ്റും. അപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് അതേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു എക്സ്പെർട്ട് ആവും എന്നുള്ളതാണ് എന്റെ ഞാൻ പറഞ്ഞ രത്ന ചുരുക്കം. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. ഇന്ന് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ, അതുമായി ബന്ധപ്പെട്ട് മാഗ്നറ്റ് നമ്മൾ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കൺസെപ്റ്റ് ആയിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാൻ കാരണം ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലാത്ത സമയത്ത് നമുക്ക് ഓക്സിജൻ ലെവൽ കുറയുന്നു, അതിന്റെ ന്യൂട്രീഷൻ കുറയുന്നു, അതുകൊണ്ട് നമ്മുടെ കോശങ്ങൾ നശിക്കുന്നു. അങ്ങനെ കോശങ്ങൾ ക്രമേണ നശിക്കുമ്പോൾ നമ്മുടെ അവയവങ്ങൾ നശിക്കുന്നു. അങ്ങനെ നമ്മൾ ഒരു രോഗാവസ്ഥയിലേക്ക് നീങ്ങുകയാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞാല് അത് എടുക്കുന്നതിന് മുന്നേ നമ്മൾ ബ്ലഡ് എന്താണെന്ന് നോക്കാം അല്ലെ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാവരും പഠിച്ചത് തന്നെയാണ്, എന്നാലും ഒന്നുകൂടി പറയാം. അപ്പോൾ ബ്ലഡ് എന്ന് പറഞ്ഞാൽ ദ്രവ ഗരകണികൾ അടങ്ങിയ ഒരു കോശമാണ്, അല്ലെ പ്ലാസ്മ ഗരകണികൾ അടങ്ങിയ ഒരു കോശമാണ് രക്തം എന്ന് പറയുന്നത്. അപ്പൊ രക്തം എവിടെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഗർഭാവസ്ഥ അവസ്ഥയിൽ അമ്മയുടെ ഗർഭാവസ്ഥ അവസ്ഥയിൽ നമ്മുടെ കരളാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കരളിന് 500-ൽ പരം ജീവൻ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നടത്താനുള്ളത് കൊണ്ട് അത് നമ്മളെ നട്ടലിന്റെ മജ്ജയിൽ നിന്നാണ് പിന്നെ രക്തം ഉണ്ടാകുന്നത്. അപ്പോൾ 21-22 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്നും പിന്നീട് കവലാസ്ഥി, വാരിയല്, നമ്മുടെ തുടയല് എന്നിവിടെ നിന്നൊക്കെ രക്തം ഉണ്ടാകും. രക്തം ഉണ്ടായി കഴിഞ്ഞാൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കും, നിലയ്ക്കുന്നില്ല. നിലയ്ക്കുന്ന എപ്പോഴാണ്? അതെ, നമ്മളെ പമ്പിങ് സിസ്റ്റം ഓഫ് ആവുന്ന ആ സമയത്താണ് നിലയ്ക്കുക. അപ്പോ ആണുങ്ങളുടെ ശരീരത്തിൽ 5 ലിറ്ററും പെണ്ണുങ്ങളുടെ ശരീരത്തിൽ ഒരു 3 ലിറ്ററും 4 ലിറ്റർ എന്ന കണക്കിലാണ് ഈ രക്തം ഉണ്ടാവുന്നത്. അപ്പോ രക്തത്തില് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം, റെഡ് ബ്ലഡ് സെല്ലാണ് RBC. രണ്ടാമത് വെളുത്ത രക്തം, രക്താണുക്കൾ. അപ്പൊ RBCയെ പറ്റി പറയുകയാണെങ്കിൽ അതിന് 120 ദിവസമാണ് ആയുസ്. 120 ഡേയ്സ് ആണ് അതിന്റെ ആയുസ്. 120 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ട് അത് കോശാന്തരങ്ങളിലേക്ക് അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത്. അതിന്റെയൊക്കെ അയൺ കണ്ടന്റ് ഉണ്ടാവും. അയൺ കണ്ടന്റ് ഒക്കെ നമ്മുടെ ലിവറിൽ സംഭരിക്കപ്പെടുന്നുണ്ട്. റീക്രിയേഷന് വേണ്ടിയിട്ട് അത് സംഭരിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ചുവന്ന രക്താണുവിൽ നമ്മളെ എന്താ പറയാ ഒരു ഘടകമുണ്ട്, ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന ഘടകമുണ്ട്. വർണ്ണവും മാംസ്യവും അടങ്ങിയ ഒരു ഘടകമാണ് അത് ഹിമോഗ്ലോബിൻ എന്ന് പറയുന്നു. അയൺ കണ്ടന്റ് അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഹിമോഗ്ലോബിന്റെ ഒരു പ്രത്യേക സവിശേഷത എന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. ഓക്സിജന് കൂട്ടുകൂടാനായിട്ടുള്ള ഒരു പ്രവണത ഇതിനുണ്ട്. അതിനേക്കാട്ടും പ്രവണത കൂടുതലുള്ളത് നമ്മുടെ ഈ എന്താ പറയാ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന വസ്തുവിനോടാണ്. നമ്മളിപ്പോ ഒരു ചോറും ബിരിയാണിയും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളിപ്പോ അങ്ങനെ തന്നെയാണ്, നമ്മൾ ബിരിയാണിയിലേക്ക് പോകും അല്ലെ, ചോറടക്കട്ടെ. അതേമാതിരി നമ്മുടെ ഓക്സിജൻ എന്താ പറയാ ഓക്സിജനും കാർബൺ മോണോക്സൈഡും ഉണ്ടെങ്കിൽ നമ്മള് ബ്ലഡ് എന്ത് ചെയ്യും, അതിൽ അയൺ കണ്ടന്റ് ഹിമോഗ്ലോബിൻ എന്ത് ചെയ്യും, ഈ കാർബൺ മോണോക്സൈഡ് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ പ്രവണത കാണിക്കുക. അപ്പോ ഇങ്ങനെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാല് നമ്മുടെ കൽക്കരി ഖനികളിലൊക്കെ പ്രവർത്തിക്കുന്ന, അത് അവരുടെ ശ്വാസകോശങ്ങളിലെ അയൂൾസ് അറകളില് ഒരുപാട് കാർബൺ മോണോക്സൈഡ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഹിമോഗ്ലോബിൻ അവിടെ ചെന്നിട്ട് ആ ഓക്സിജൻ പകരം ഈ കാർബൺ എടുത്താണ് കോടാനുകോടി നമ്മുടെ ശരീര കോശത്തിലേക്ക് വേണ്ടാത്ത സാധനമാണ് അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത്. ആ കോശങ്ങൾ അത് ക്രമേണ നശിച്ചു പോകുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഒരു ക്ഷീണവും അതുപോലെ തന്നെ ഒരു അനുഭവപ്പെടുന്നതൊക്കെ. അങ്ങനത്തെ ആൾക്കാരൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഏതെങ്കിലും പണിയിൽ ഏർപ്പെടുമ്പോൾ തന്നെ ക്ഷീണം അനുഭവപ്പെടുന്നത് അത് കൊണ്ടാണ്. ഓക്കെ, പിന്നെ നമ്മള് രണ്ടാമത് പറയുന്നത് ചെയ്ത രക്താണുക്കളെ പറ്റിയാണ്. എന്നാൽ വെളുത്ത രക്താണുക്കൾ എന്ന് പറഞ്ഞാല് അത്
ചുവന്ന രക്താണുക്കളെക്കാട്ടും താരതമ്യേന വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ 1000:1 ആണ്. 1000 ചുവന്ന രക്താണുക്കൾ ഉണ്ടെങ്കിൽ ഒരു ശ്വേതരക്താണു എന്താണ് കണക്ക്. അപ്പം ഈ വലിപ്പത്തിൽ ഇത് 4 ഇരട്ടി വലുപ്പമാണ്. ചുവന്ന രക്താണുക്കളുടെ വലിപ്പത്തിൽ 4 ഇരട്ടി വലുപ്പമാണ്. പക്ഷെ ആയുസ് ഇതിന്റെ 7-8 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യ ശരീരത്തിന് ശ്വേതരക്താണുക്കൾ 7-8 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അത് 7-8 മണിക്കൂർ കഴിഞ്ഞാൽ ആയുസ് അറ്റ് കഴിഞ്ഞ് അതിന്റെ നമ്മളെ കോശാന്തരങ്ങളിലേക്ക് അലിഞ്ഞു ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറയുന്നത് ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്നല്ലേ, അതാണ്. അപ്പോ ഇതിന്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ ശത്രു സംഹാരമാണ്. ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ രോഗാണു സംഹരിക്കുക. ഈ തൊഴിൽ ഒഴുകുന്ന സമയത്ത് എവിടെയാണോ രോഗാണുക്കൾ എത്തിയത് അവിടെ നിന്ന് രക്തവാഹിനിയിൽ നിന്ന് പുറത്ത് കടന്ന് ആ രോഗാണുവിനെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ ഒക്കെ അതിനെ അല്ലെങ്കിൽ അതിനെ ആക്രമിക്കും, അതിനെ കീഴ്പ്പെടും. ഇതാണ് അതിന്റെ രീതി. അപ്പൊ നമ്മളെ ശരീരത്തിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ കുമിളകൾ അല്ലെങ്കിൽ പഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചലങ്ങൾ വരുന്നതാണ് അല്ലെ. ആ ചലങ്ങളുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ശത്രു സംഹാരം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. ശരീരത്തിലെ രോഗാണുവിനെ ശ്വേതരക്താണുക്കൾ അവിടെ പോയിട്ട് അതിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ നിർജീവമായ വസ്തുക്കളാണ് ചലമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ശ്വേതരക്താണുവില് അതിന്റെ ഇതിലും വലിയ ലിംഫോസൈറ്റ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഈ ആയുസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 100 ദിവസം തൊട്ട് 300 ദിവസം വരെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ നമ്മുടെ 2 ഘടകങ്ങൾ ഇപ്പൊ രക്തത്തിലുണ്ട്. അപ്പൊ ഈ രക്തത്തിന്റെ പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ മാധ്യമമാണ് അല്ലെ, ട്രാൻസ്പോർട്ട് ആണല്ലേ. അപ്പൊ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മള് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്നത് റെയിൽവേ ലൈനിന് കൂടുതൽ റെയിൽവേ ഇതിനെ കൂടി ആണ് ചെയ്തത്. അപ്പോ റെയിൽവേ ലൈന് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വലിയ റെയിൽവേ സ്റ്റേഷൻ ചെന്ന് കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ലൈനുകൾ കഴിഞ്ഞിട്ട് നിരവധി ഒട്ടനവധി ലൈനുകൾ വളഞ്ഞും തിരിഞ്ഞും പുളഞ്ഞും ഒക്കെ പോകുന്ന ലൈനുകൾ ഉണ്ടാവും അല്ലെ. അതേമാതിരി നമ്മുടെ രക്തവാഹിനികൾ അങ്ങനെ ശരീരത്തിൽ ഒട്ടനവധി ശാഖകളായിട്ട് പോകുന്ന മാതിരി നമ്മൾ സങ്കല്പിക്കാം. അതുപോലെ തന്നെ അങ്ങനെ നമ്മുടെ ഒരു സെൻട്രൽ സ്റ്റേഷനാണല്ലോ. സെൻട്രൽ സ്റ്റേഷൻ ഉണ്ടാവും, അതാണ് നമ്മുടെ ഹൃദയം. ഹൃദയം അതുപോലെ തന്നെ നമുക്ക് കുറെ സാധനങ്ങൾ ഇറക്കാനുണ്ട് അല്ലെ, കയറ്റാനുണ്ട്. ഓക്കെ, അപ്പോൾ രക്തവാഹിനി റെയിൽപാളങ്ങളാണെങ്കിൽ ആക്ച്വലി തീവണ്ടി എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് കുറെ സെൻട്രൽ സ്റ്റേഷൻ, ഒരു സെൻട്രൽ സ്റ്റേഷൻ ഉണ്ട്, അങ്ങനെ കുറെ സബ് സ്റ്റേഷനുകളൊക്കെ ഉണ്ട്. ആ സബ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ സാധനം ഇറക്കുന്നതും കയറ്റുന്ന സ്ഥലമാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോമികൾ എന്ന് പറയുന്നത്, അല്ലെ കാപ്പിലറീസ് എന്ന് പറയും. ആ കാപ്പിലറീസിൽ എത്തിയാൽ ആണ് നമ്മൾ അവിടെ സാധനങ്ങളും ഇറക്കുന്നതും കയറ്റുന്നത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാണ് സാധനങ്ങൾ കയറ്റുന്നത് ഇറക്കുന്നതൊക്കെ നമ്മൾ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമിനോമ്ലങ്ങൾ, അമോണിയ, യൂറിയ, കാൽസ്യം, ഇരുമ്പ്, എന്താണ് ധാതുലവണങ്ങൾ, അങ്ങനെ പല സാധനങ്ങൾ, ഉപ്പ്, പഞ്ചസാര, നമുക്ക് സാധനം എല്ലാം കൂടെ ഇറക്കി കയറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മളൊക്കെ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന ചില പലരും നമ്മള് തായ്ലൻഡ് ട്രിപ്പൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലെ, പിക്നിക്കൊക്കെ പോയിട്ടുണ്ടാവും. പിക്നിക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലെ, എല്ലാവർക്കും പിക്നിക്ക് പോകണം. പക്ഷെ ഞാനിപ്പോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചെറിയൊരു പിക്നിക്കിലാണ്, ഒരു മിനിറ്റ് നേരത്തുള്ള പിക്നിക്ക്. ഓക്കെ, അത് നിങ്ങള് ഒരിക്കലും പോകാത്തൊരു സ്ഥലത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ എല്ലാ ഹൃദയത്തിന്റെ ഇടത്തെ വെൻട്രിക്കിലാണ്. ഓക്കെ, ഇടത്തെ വെൻട്രിക്കിൾ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവുന്നു. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ഒരു എഞ്ചിനല്ല കേട്ടോ, ഹൃദയം ഒരു എഞ്ചിനായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഹൃദയം നമ്മളെ തള്ളി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു തള്ളൽ അനുഭവപ്പെടുന്നു, നമ്മളെ വെൻട്രിക്കിളിന്റെ വാൾവ് തുറക്കുന്നു, നമ്മൾ അയോർട്ടയിലേക്ക് നീങ്ങുന്നു. ഓക്കെ, നമ്മുടെ വണ്ടി അയോർട്ടയിലേക്ക് തള്ളപ്പെടുന്നു. വെന്റിലേറ്ററിന്റെ
വാൾവ് അടയുന്നത്. ഒരു 0.8 സെക്കൻഡ് കൂടുമ്പാണ് ഈ വാൾവ് തുറക്കുക അടയുകയും ചെയ്യുന്നത്. അപ്പൊ ഒരു 0.8 സെക്കൻഡ് കഴിയുമ്പോൾ അടുത്ത വണ്ടി വരും. ഓക്കെ, അങ്ങനെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമ്മൾ അയോട്ടയിലെത്തി. നമ്മൾ അയോട്ടയിലെ മധ്യ ഭാഗത്താണ്. അയോട്ടയിൽ നിന്ന് അങ്ങനെ പാത പിരിയുകയാണ്. പാത പല ഭാഗങ്ങളിലേക്ക് കുറെ ബോയികൾ അങ്ങോട്ട് പോകുന്നു, കുറെ ബോയികൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് ബോയികൾ കോമൺ കാരോട്ടി സബ്ക്ലേവിയൽ എന്ന് പറയുന്ന ധമനിയിൽ കൂടെ നമ്മുടെ മസ്തിഷ്കത്തിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ മുറുക്കുകൾക്ക് റീനൽ ആർട്ടറി എന്ന് പറയുന്ന ധമനിയിൽ കൂടെ മുറുക്കൾക്ക് വേണ്ട ഓക്സിജനും ആവശ്യമുള്ള പദാർത്ഥങ്ങളായിട്ട് ഒരു കുറെ ബോഗികൾ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ നമ്മളെ വണ്ടി നേരെ നെഞ്ചില് താഴെ കൂടെയാണ് തെറാപ്പിക് അയോട്ട എന്ന് പറയുന്ന ഒരു ധമനിയിൽ കൂടെ നമ്മൾ അങ്ങനെ ഇറങ്ങി പോവുകയാണ്. അതുപോലെ നമ്മൾ ആന്തര ധമനിയിൽ കൂടെ കയറി നമ്മുടെ ചെറുകുടലിന്റെ ഭിത്തിയിൽ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ വളരെ ഇടുങ്ങിയതും ചെറുതുമായ ഈ വഴിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്ക് തോന്നും വണ്ടി നിശ്ചലമായില്ലെന്ന് നടന്നു പോകുന്നുണ്ട്. വളരെ സമയം തെറ്റിക്കാതെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഇടുങ്ങിയതായതുകൊണ്ട് നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നതാണ്. അപ്പോ നമ്മള് ചെറിയ പാതയിൽ കൂടി നമ്മള് രോമികളിൽ കാപ്പിലറീസിലെത്തും. അവിടെ കാപ്പിലറീസിൽ എത്തുമ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിന്നോ തന്നെ സംശയം തോന്നും. പക്ഷെ നിന്നിട്ടില്ല, വളരെ കൃത്യമായിട്ട് അത് പോകുന്നുണ്ട്. കാപ്പിലറീസിൽ നമ്മൾ സാധനം ഇറക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഓക്സിജൻ ഇറക്കുന്നു, മറ്റ് അമിലാമ്ലങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. പട്ടികയുടെ നിരന്തരമായിട്ടുള്ള പട്ടികയാണ്. അപ്പോ അതിങ്ങനെ ഇറക്കിക്കൊണ്ട് നമ്മൾ സ്റ്റേഷന്റെ കാപ്പിലറീസിന്റെ നടുവിലെത്തിയിട്ട് അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി സാധനം കയറ്റുകയാണ്. അതിൽ തന്നെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന് കയറ്റും. അമ്ലങ്ങൾ, അമോണിയ, യൂറിയ, ഇരുമ്പ്, കാൽസ്യം, അങ്ങനത്തെ ധാതു ലവണങ്ങൾ, എല്ലാ സാധനങ്ങള്, ഘടകങ്ങള് ഒക്കെ കഴിച്ചു. ഒരുപാട് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഉച്ചഭക്ഷണം ഇപ്പൊ അല്ല പോയത്, ഉച്ചഭക്ഷണം കഴിച്ച സമയത്ത് പോയത് കൊണ്ട് ആണ് ഈ ഇത്രയും സാധനങ്ങൾ നമുക്ക് കയറ്റാനുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് നമ്മളെ വയറ് കാര്യല്ലേ, ഒന്നും കയറ്റാനൊന്നും ഉണ്ടായില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഉച്ച സമയത്താണ് ഇത്രയും സാധനങ്ങളൊക്കെ കയറ്റിയത്. സാധനങ്ങൾ തീർന്നിട്ടില്ല. നമ്മളെ വണ്ടി നിറഞ്ഞു, നമ്മളെ വണ്ടി പുറപ്പെട്ടു. ഈ സാധനങ്ങൾ അടുത്ത വണ്ടിയിലാണ് കയറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ വണ്ടി സ്റ്റേഷൻ വിട്ടു. പാത പിന്നെയും വലുതായി വരികയാണ്. അതാണ് ലോലസീര. അത് ലോലസീരയിലേക്ക് നമ്മളെ പാൻക്രിയാസിന് ഇൻസുലിൻ പോകാം, പ്ലീഹയിൽ നിന്ന് ബിലിറുബിനുമായിട്ട് നമ്മളെ ബോഗികൾ എത്തുന്നു. അങ്ങനെ അത് വീണ്ടും പാത വലുതായി അതോ മഹാസിര എന്ന് പറയുന്ന ഇതൊരു രാജപാതയാണ്, വലിയ ഒരു സിരയാണ്. അപ്പോ അല്ല, പോർട്ടൽ സിര എന്ന് പറയും. ആ പോർട്ടൽ സിര പോകുന്നത് കരളിലേക്കാണ്. കരളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞ രക്തവാഹിനി അല്ലെങ്കിൽ റെയിൽവേ ലൈനുകളൊക്കെ വളരെ നേരിയതായിട്ട് പോവുകയും അവിടെയും നമ്മൾ ഇതുവഴി കാപ്പിലറീസിൽ എത്തിയിട്ട് സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രൂപമാറ്റം സംഭവിച്ച പല സാധനങ്ങളൊക്കെ കയറ്റുകയും ഇറക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അവിടുന്ന് പുറപ്പെടുന്നു എത്തുന്നത് അതോ മഹാസിര എന്ന് ആണ് പറയുന്നത്. അതൊരു രാജപാതയാണ്. കാലുകളിൽ നിന്നും അടിവയറ്റിൽ നിന്നും എത്തിയ ബോഗികൾ അവിടെ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്. ആ ബോഗികളും കൂടി ചേർന്ന് അയോട്ടയുടെ വലത്തെ പേര് കയറി നമ്മുടെ ഹൃദയഭാഗത്ത് വലത്തെ എത്തുന്നു. അപ്പൊ അവിടെ നിന്ന് നമ്മൾക്ക് ഒരു ഊർദ്ധ മഹാസിര എന്ന് പറയുന്ന തലയിൽ നിന്നും കയ്യിൽ നിന്നും നേരത്തെ പോയ ആ വണ്ടി തിരിച്ചെത്തും. അപ്പോൾ നമ്മൾ നേരത്തെ ഇടത്തെ വെൻട്രിക്കിൽ നിന്ന് പോയ അതേ രീതിയിൽ അനന്തമായ ബോഗിയുള്ള ഒരു തീവണ്ടി ആയിട്ട് വലത്തെ വെൻട്രിക്കിലേക്ക് നമ്മൾ എത്തുന്നു. വലത്തെ വെൻട്രിക്കിൽ എത്തുമ്പോൾ പിന്നെ നമ്മൾ ശ്വാസകോശ ധമനിയിലേക്ക് നമുക്ക് വാൾവ് തുറക്കുന്നു. നമ്മൾ ശ്വാസകോശ ധമനിയിലേക്ക് പകുതി ഇടത് ഭാഗത്തേക്കും പകുതി വലതു ഭാഗത്തേക്കും ആയിട്ട് പോകുന്നു. അങ്ങനെ അവിടെ നമ്മൾ പിന്നെയും പാത വീതി കുറഞ്ഞു പോവുകയാണ്. അങ്ങനെ അവിടെ കാപ്പിലറീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സാധനങ്ങൾ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വാതക വിനിമയമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ശരീരത്തിൽ നിന്ന് കൊണ്ടുവന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ
വായു അറയിലേക്ക് തള്ളപ്പെടുകയും അവിടെയുള്ള ശുദ്ധമായിട്ടുള്ള ഓക്സിജനെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ഇടത്തെ വെൻട്രിക്കിളാണ്. ഇടത്തെ വെൻട്രിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇതാണ് ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത്. സർക്കുലേഷൻ എന്ന് പറയുന്നത്, ഈ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോ കേൾക്കുന്നില്ലല്ലേ? അപ്പോ ഈ സർക്കുലേഷൻ എന്ന് പറയുന്നത്, പക്ഷെ ഇതിന് സമാന്തരമായിട്ടൊരു സർക്കുലേഷൻ വേറെ ഉണ്ട്. അതാണ് ലസിക ചംക്രമണം എന്ന് പറയുന്നത്. ലിംഫറ്റിക് സർക്കുലേഷൻ എന്ന് പറയും. അതൊരു സർക്കുലേഷൻ അല്ല, ഒരു മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന സാധനം. ലിംഫറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത് ലസിക വാഹിനിയ ആണ്. അപ്പോൾ ലസിക എന്ന് പറയുന്നത് രക്തത്തിൽ ഉള്ള സാധനം തന്നെയാണ്. രക്തത്തിലെ മാംസ്യവും ജലവും ഒക്കെ ഉള്ള സാധനം. ആ സാധനങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്ന്, ആ രക്തധമനിയിൽ നിന്ന് പുറത്ത് കടന്ന് നമ്മുടെ കോശാന്തരങ്ങളിലേക്ക് പോകുന്നുണ്ട്. ആ കോശാന്തരങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ രക്തധമനിയിൽ രക്തത്തിന് കുറവ് വരുന്നുണ്ട്. ആ കുറവിനെ നികത്താൻ വേണ്ടി, ആ കുറവ് വന്നാൽ നമുക്ക് മരണം വരെ സംഭവിക്കാം. അപ്പൊ ആ കുറവിനെ നികത്താൻ വേണ്ടി ശരീരം തന്നെ ഒരു ചൂല് കൊണ്ട് അടിച്ച് എടുത്ത് അതിനെ രക്തധമനിയിലേക്ക് കയറ്റും. അത് അങ്ങനെ കയറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കയറ്റാൻ പറ്റുന്നില്ലെങ്കിൽ, അത് വെള്ളത്തിന്റെ ഒക്കെ ഒരു വെള്ളം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഒക്കെ ഒരു വ്യത്യാസത്തിലാണ് അതൊന്നും ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പം ഡീഹൈഡ്രേഷൻ ഒക്കെ വരുമ്പോൾ ഈ സംഭവം ഉണ്ടാവും. അപ്പോൾ ഈ കയറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് നീർക്കെട്ട് അനുഭവപ്പെടും. അതുപോലെ തന്നെ വെരിക്കോസ് അനുഭവപ്പെടും. അതുപോലെ തന്നെ പൈൽസ്, ഇതുപോലെ തന്നെ മുഴകളൊക്കെ അനുഭവപ്പെടുന്നത് ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ ശരിയാകാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ രണ്ട് സർക്കുലേഷൻ കറക്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാലേ നമ്മളൊരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മനുഷ്യ ശരീരത്തിന് ഇന്ന് പ്രകൃതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആവശ്യമാണ്, അല്ലെ? അത് നമുക്കറിയാം. ഒന്ന് വായുവാണ്, ഏറ്റവും മെയിൻ വായുവാണ്. പിന്നെ വെള്ളം വേണം, ഭക്ഷണം വേണം, ഫുഡ് വേണം, സൺലൈറ്റ് വേണം, അല്ലെ? ഈ 4 ഘടകങ്ങൾ നമുക്ക് അറിയുന്നതാണ്, നമ്മൾ പഠിച്ചത്. പക്ഷേ 5ാമത്തെ വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൗമിക കാന്തികത കൂടി വേണം എന്നാണ്. എന്നാൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് തന്നെ ഭൗമിക കാന്തികത ഉള്ളത് കൊണ്ടാണ്. മറ്റു ഗ്രഹങ്ങളിലൊന്നും ജീവനില്ല, അല്ലെ? ഭൗമിക കാന്തികത നമുക്ക് ലഭിക്കണം. നമ്മളെ ശരീരത്തിലെ കോശങ്ങളിലൊക്കെ ഒരു മാഗ്നറ്റിക് എനർജി കിട്ടിയാൽ മാത്രമേ നമ്മുടെ സംവേദന ശക്തി, കോശങ്ങളുടെ സംവേദനം ബ്രെയിനിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവേദനം, ഈ എനർജി കൂടിയേ മതിയാവും. അപ്പോൾ ഈ എനർജി നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. നമ്മൾ എന്നാണോ ചെരുപ്പ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിയായിട്ട് ബന്ധം വിട്ടത്, അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് എനർജി നമുക്ക് വേണ്ട രീതിയിൽ ശരീരത്തിൽ കിട്ടുന്നില്ല. നമ്മൾ അതുപോലെ തന്നെ ഒരു ഇസ്തിരിപ്പെട്ടി കൂടിന്റെ അകത്ത് പെട്ട പോലെയാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മളെ ശരീരത്തിലുള്ള അത് ആ ഇരുമ്പ് വലിച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു ക്ഷീണമായിട്ടോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നയിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ നമുക്ക് ഒരു പരിഹാരമായിട്ട്, ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഇത് കിട്ടും എന്നുള്ളതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ആൾട്ടർനേറ്റ് ആയിട്ട് ഈ മാഗ്നറ്റിക് എനർജി എങ്ങനെ കിട്ടും എന്നുള്ളതിന് നമ്മളെ ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി നിയോഡിയം എന്ന് പറയുന്ന ബയോമാഗ്നറ്റിക് ജൈവകാന്തം, അത് 600-700 അടി ഭൂമിയുടെ അടിയിൽ നിന്ന് ഒഴിച്ചെടുത്ത വെള്ള പൗഡർ, അത് നാനോ ടെക്നോളജി പ്രകാരം ഒരു ബട്ടൺ രൂപത്തിലാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ആണ്. അപ്പോ ഈ കമ്പനിയെ പറ്റി പറഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇത്. ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് ഇന്ത്യൻ കമ്പനിയാണ്. 2008 പ്രവർത്തനം ആരംഭിച്ച കമ്പനി കഴിഞ്ഞ 17 വർഷങ്ങളായിട്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയായിരുന്നു. കൊറോണയ്ക്ക് ശേഷം എക്സ്പോർട്ട് ഒക്കെ നിർത്തിയതിനു ശേഷം ഇന്ത്യയിൽ തന്നെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ കൂടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിഗംഭീരമായ വിജയകരമായിട്ട് ബിസിനസ്
ആരംഭിച്ചിട്ടുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു 30 ലക്ഷത്തിലേറെ കസ്റ്റമർ നമ്മള് ഈ കമ്പനിയിൽ ഉണ്ടെന്നാണ് തോന്നുന്നു. ഓക്കെ, അപ്പോ ഈ ഒരു എന്ത് പറഞ്ഞാൽ ഈ കമ്പനി ISO 9001 സർട്ടിഫൈഡ് നേടിയ കമ്പനിയാണ്. അങ്ങനെ തന്നെ നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടിയ ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ആയുഷ് മന്ത്രാലയത്തിന്റെ ആയുഷ് കൊറോണ യോദ്ധാവ് നേടിയ ആദ്യത്തെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന വേറെ ഏതെങ്കിലും കമ്പനി ഉണ്ടോ എനിക്ക് അറിയില്ല. ദ മോസ്റ്റ് എക്സൈറ്റിംഗ് കമ്പനി ഓഫ് ദ ഇയർ 2023 ഉള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അനവധി അവാർഡുകൾ ഈ കമ്പനിയെ തേടി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്തിടെ ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് കിട്ടിയ ഒരേ ഒരു ഡയറക്റ്റ് സെൽ കമ്പനി ആണ് നമ്മുടെ ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലുള്ള മീറ റോഡിലെ താനെയിലെ മീറ റോഡിലാണ് 1 lakh സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഓഫീസും അതോടൊപ്പം തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റും ഉണ്ട്. അപ്പോ ദാദറിൽ തന്നെ ഒരു ഓഫീസും ഉണ്ട്, ശിവാജി പാർക്കിൽ. അതുപോലെ തന്നെ ഡൽഹിയിൽ പശ്ചിം ബിഹാറിൽ ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. ബാംഗ്ലൂരിൽ ഒരു ഓഫീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ അടുത്ത് തന്നെ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിൽ കൊച്ചിയിൽ എറണാകുളത്തും ഒരു ഓഫീസ് തുറക്കുന്നെന്നാണ് കേട്ടത്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അണിയറയിൽ നടക്കുന്നതായിട്ട് നമ്മളെ മനോജ് സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കമ്പനിയുടെ എം ഡി ഇന്ത്യക്കാരനാണ്, ഡോക്ടർ സാഗർ ജോഷി. അദ്ദേഹം മാഗ്നറ്റ് തെറാപ്പിയിലും നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. ഒരു 4000-5000 കമ്പനിക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 5000 കമ്പനിക്ക് അദ്ദേഹം സോഫ്റ്റ്വെയർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ കമ്പനിയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും അതിന്റെ പ്രവർത്തനത്തിനെ പറ്റിയാണ് ഇനി ഞാൻ പറയുന്നത്. നമ്മളൊരു കോംബോ പാക്കിലാണ് നമുക്ക് ഇത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് നിയോഡിയം എന്ന് പറയുന്ന മാഗ്നറ്റ് ആണ്, ജൈവകാന്തമാണ്. അത് നമ്മള് ബഹിരാകാശ യാത്രക്കാര് വെളുത്ത സൂട്ടിൽ ഒക്കെ ഇട്ട് തുന്നിപ്പിടിപ്പിക്കുന്ന തുന്നിപ്പിടിപ്പിക്കുന്നുണ്ട്. ആ സാധനമാണ് നമ്മള് ഈ പ്രൊഡക്റ്റിലും ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് 4 കോംബോ പാക്കറ്റിലാണ് വരുന്നത്. അപ്പോ അതില് ഉള്ളത് മാഗ്നറ്റിക് ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ് और बायोमैग्नेटिक पिलो पैड और बायोमैग्नेटिक वाटर एनर्जी पैड और बायोमैग्नेटिक റിസ്റ്റ് ബാൻഡ്. ഓക്കെ, ഈ 4 തരത്തിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ബയോമാഗ്നറ്റിക് മാട്രസ് പാഡ് അപ്പൊ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് ബയോമാഗ്നറ്റിക് മാട്രസ് പാഡിന്റെ ഒരു 3.6 ആണ് ഇതിന്റെ നീളം. അതേമാതിരി പില്ലോ പാഡ്, ഇതാണ് പില്ലോ പാഡ്. ഓക്കെ, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എന്താണ് വളരെ ഗുണകരമായി സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മള് ഈ മാട്രസ് പാഡ് എന്ന് പറയുന്ന ബയോമാഗ്നറ്റ്, അതിലും നിയോഡിയം എന്ന് പറയുന്ന മാഗ്നറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്കറിയാം 99% ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ജീവിതശൈലി രോഗങ്ങളൊക്കെ വരാൻ കാരണം നമ്മള് ബ്ലഡ് സർക്കുലേഷന്റെ അഭാവം കൊണ്ട് മാത്രമാണെന്ന് അല്ലെ, അഭാവം കൊണ്ടാണ്. അപ്പൊ ബ്ലഡ് സർക്കുലേഷനെ നമ്മൾ ഇതിൽ കിടക്കുന്ന അവസരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും ആ ബ്ലഡ് സർക്കുലേഷനെ അല്ലെങ്കിൽ രക്തചംക്രമണത്തിനെ ശരിയാക്കാനും അങ്ങനെ ഓക്സിജൻ ക്രമപ്പെടുത്തുവാനും സഹായിക്കുന്നു എന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലേക്കുള്ള രക്തം ശരിക്കും പോവുകയും ബ്രെയിനിലേക്കുള്ള രക്തചംക്രമണം ശരിക്ക് വിന്യസിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ബ്രെയിനിലുള്ള ഗ്ലാൻഡാണ് മെലോട്ടിൻ എന്ന് പറയുന്ന ഉറക്കത്തിലേക്ക് നയിക്കുന്ന ഒരു ഹോർമോണൊക്കെ ഉത്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഹോർമോണൊക്കെ ഉത്പാദിക്കുന്ന സമയത്ത് നമ്മൾക്കൊരു ഉറക്കം, ഒരു ഗാഠനിദ്ര നമുക്ക് അനുഭവപ്പെടുകയും അങ്ങനെ ആ ഗാഠനിദ്രയിലാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത്,
അതിന്റെ മെയിൻ്റനൻസ് മെക്കാനിസം പെർഫെക്റ്റ് ആകുകയും ചെയ്യുന്നു. അങ്ങനെ ആ പെർഫെക്റ്റ് ആകുന്ന സമയത്ത് നമ്മുടെ ടോക്സിനും പുറന്തള്ളുകയും ഡിറ്റോക്സിഫിക്കേഷൻ നടക്കുകയും ഡിറ്റോക്സിഫിക്കേഷൻ നടക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ഇൻഫ്ലമേഷൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ഗുഡ് സ്ലീപ്പ്, നല്ല ഉറക്കത്തിലേക്ക് നമ്മൾ നയിക്കുന്നു. നല്ല ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഉറക്കം കിട്ടിയില്ലെങ്കിൽ അതിന്റെ പിറ്റേന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പല ഹോർമോണുകളും നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്ത ഹോർമോണുകൾ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. ഇത് എല്ലാം തന്നെ മൾട്ടി പർപ്പസ് ആണ്. എവിടെ വേദന ഉണ്ടെങ്കിലും ഒക്കെ നമുക്കത് അതിനു വേണ്ടി നമുക്ക് കെട്ടി ഉപയോഗിക്കാം. ഓക്കെ, രണ്ടാമതാണ് വാട്ടർ എനർജി പാഡ്. ഇതാണ് വാട്ടർ എനർജി പാഡ്. വാട്ടർ എനർജി പാഡ് വളരെ ഓറിയന്റഡ് റിസൾട്ട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ ഇതിൽ നിയോഡിയോ എന്ന സാധനം തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒരു ചില്ല് കുപ്പിയിൽ എടുത്തിട്ട് ഈ ഈ മാട്രസ് പാഡ് കൊണ്ട് ചുറ്റി അവിടെ വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ മോളിക്യൂൾ സ്ട്രക്ചറിനെ വിഘടിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ജലത്തിന് തന്നെ ഒരു 16-17 മോളിക്യൂൾ സ്ട്രക്ചർ ഇങ്ങനെ നിൽക്കുന്ന ഒരു രീതിയാണുള്ളത്. അതിനെ വിഘടിച്ചുകൊണ്ട് ഒരു 5-6 എന്ന നിലയിലേക്ക് തന്മാത്രകളെ നിലയിലേക്ക് ആക്കുകയും അങ്ങനെ ആക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ കട്ടി കുറയുകയും സാന്ദ്രത കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സാന്ദ്രത കുറഞ്ഞ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അത് നമ്മളെ കോശങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുകയും കോശങ്ങൾ അത് ആഗിരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മളെ ശരീരം ഒരു ഹൈഡ്രേറ്റ് ആകുകയും ജലാംശം നിലനിൽക്കുന്ന ഒരു ശരീരമാകുകയും ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇൻഫ്ലമേഷനും മെറ്റബോളിസവും അതുപോലെ തന്നെ ടോക്സിനും ഒക്കെ വളരെ കൃത്യമായിട്ട് പുറന്തള്ളാനും ഒക്കെ പറ്റുന്നുണ്ട്. ടോക്സിനൊക്കെ പുറന്തള്ളാനൊക്കെ സഹായിക്കുന്നുണ്ട്. മൂത്രത്തിൽ കൂടെയും മലത്തിൽ കൂടെയും നമ്മുടെ വേർപ്പിൽ കൂടെയൊക്കെ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ വെള്ളത്തിന്റെ കട്ടി കുറയുന്നത് കൊണ്ട് കുടിക്കുന്ന സമയത്ത് നമ്മളെ ബ്ലഡിന്റെ കട്ടിയും കുറയും, വെസ്കോസിറ്റി കുറയും. അപ്പോൾ ബ്ലഡിന്റെ ഒരു മൂവ്മെന്റ് ഈസി ആയിട്ട് പോകാനും, അല്ലെങ്കിൽ കൊഴുപ്പ് കൂടിയ ബ്ലഡ് അല്ലെങ്കിൽ കട്ടി കൂടിയ ബ്ലഡിനും ഉണ്ട് ഇങ്ങനെ തന്നെ ഒരു സ്വഭാവം, നല്ല കൂട്ടം ചേർന്ന് നിൽക്കല്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് ആ ബ്ലഡിന്റെ വെസ്കോസിറ്റി നമുക്ക് സാന്ദ്രത കുറയ്ക്കാനൊക്കെ പറ്റും. ആ സാന്ദ്രത കുറയ്ക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് ഈസി ആയിട്ട് മൂവ് ആകാനും നമുക്ക് വരാൻ പോകുന്ന പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാവും. ബ്ലഡ് നമുക്കറിയാം കട്ടി കൂടി കഴിഞ്ഞാൽ എന്താ ചെയ്യാം, അതെ ബ്ലോക്ക് ആവും അല്ലെ. നമുക്കറിയാം ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം ജനിക്കുന്ന ഒരു ബീജവും അണ്ടവുമായി ചേർന്നിട്ട് 20 ദിവസവും 2 മാസത്തിനുള്ളിൽ ഈ ഹൃദയം ചലിക്കുന്നുണ്ട്, മിടിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോ അവസാനിക്കുന്നത് നമുക്കറിയാം എന്നാണ് അല്ലെ, അറിയില്ല. ഓക്കെ, അപ്പോ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഹൃദയത്തിലാണ് ഏറ്റവും കൂടുതൽ രക്തം ഉള്ളത് അല്ലെ. പക്ഷെ ഹൃദയത്തിന് സ്വന്തമായിട്ട് രക്തം വലിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഹൃദയത്തിൽ രക്തമാണെന്നുണ്ടെങ്കിൽ ആ കൊറോണറി ധമനി കൂടെ തന്നെ പോകണം. അപ്പൊ കൊറോണറി ധമനിയിൽ എന്തെങ്കിലും കൊഴുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം നമ്മൾ സംഭവമായിട്ട് അസുഖം പറയുന്നത്. അപ്പോ അത് വരുന്നത് എന്ന് പറഞ്ഞാല് രക്തം കട്ടി കൂടിയ അവസ്ഥയിലൊക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ നമ്മളൊക്കെ എന്ത് ചെയ്യാൻ പറ്റൂ, പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടത്താൻ നമുക്ക് സഹായിക്കും. ഓക്കെ, ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് റിസ്റ്റ് ബാൻഡ്. ഈ റിസ്റ്റ് ബാൻഡ് നമ്മൾ കിട്ടുന്ന സമയത്ത് ഹ്യൂമൻ ബോഡി ആയിട്ട് ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പൊ നേരത്തെ പറഞ്ഞ ബ്ലഡിൽ അയൺ കണ്ടന്റ് ഉണ്ട്. അയൺ കണ്ടന്റുമായിട്ട് ഒരു പുഷ്ഫുൾ ആക്ഷൻ നടക്കുകയും അങ്ങനെ നമ്മുടെ ബ്ലഡിന്റെ വെസ്കോസിറ്റിയെ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചംക്രണം ശരിയാക്കിക്കൊണ്ട് എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഇതുകൊണ്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെയെങ്കിലും വേദന ഉണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ വെച്ച് കെട്ടി നമുക്ക് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മളെ വേദന മാറ്റും. എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മളെ മൾട്ടി പർപ്പസ് ആണ്. അത് ഒന്നിലുമില്ല, എവിടെ വേണമെങ്കിലും നമുക്ക് അത് ഉപയോഗിക്കാം. വേദനയുടെ സ്ഥലത്ത് ഒരു നേച്ചുറൽ ഹീലിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റ്
ഡയറ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹീലിംഗ് ഉള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് സ്ഥലത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വേദന സംഹാരിയാണ്. നേച്ചർ എന്ന് പറയുന്നത് പ്രകൃതി സംഹാരിയ, വേദനാ സംഹാരി എന്നാണ് നമ്മൾ പൊതുവെ പറയപ്പെടുന്നത്. ഓക്കെ, അതുകൊണ്ട് എവിടെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വേദന മാറും. അപ്പോൾ ഈ 4 ഉൽപ്പന്നങ്ങളെ പരിചയപ്പെടുത്തി. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് പിന്നെ എന്താ പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് അലിഷ മൂപ്പൻ, നമ്മളെ മൂപ്പൻ ലോകപ്രശസ്ത മൂപ്പൻ സാറുടെ മകളാണ് അലിഷ മൂപ്പൻ. അവര് ഒരു സയൻസ് ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇനി എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക്, നമ്മൾ ബയോമാഗ്നറ്റിക് ആണെന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ശരീരത്തിൽ കൊടുത്ത് മരുന്നില്ലാതെയും ഓപ്പറേഷൻ കൂടാതെയും അപ്പോയിന്റ്മെന്റ് കിട്ടാതെയും നല്ല ഉറക്കം കൊടുത്തുകൊണ്ട് രോഗികളെ ചികിത്സിക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഇനി വരാൻ പോകുന്നത്. അതേ ചികിത്സാ സമ്പ്രദായം തന്നെയാണ് നമ്മളിപ്പോഴും ഈ ജൈവകാന്തം അടങ്ങിയിട്ടുള്ള നമ്മളെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സ്വീകരിച്ചു വരുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് സഹായമാകുന്നത്. അപ്പോ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കാൻ എന്ന് ഒരു അഭ്യർത്ഥന അതുകൊണ്ട് അതോടെ ഞാൻ നിർത്തുന്നു. എനിക്ക് ഈ അവസരം ഈ ക്ലാസ് എടുക്കാൻ തന്ന അവസരം തന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണം. വളരെ എന്നെ ഇത്രയും നേരം കേട്ട് ശ്രമിച്ചു നിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും ജയിക്കുന്നത് ഈ വൈകിട്ടൊരു ജയിക്കുന്നത്. താങ്ക് യു സാർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു കയ്യടി അല്ലേ, നമ്മളെ മനസ്സുകൊണ്ടൊരു കയ്യടി കൊടുക്കുക. സൂം ആയത് കൊണ്ട് ഇതൊരു വെർച്വൽ പ്ലാറ്റ്ഫോം ആണല്ലോ. നമുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാപ്പ് അതിൽ എന്ത് ചെയ്യാം, റിയാക്ഷനിൽ കാണിക്കാം, കമന്റിലൂടെ നിങ്ങളുടെ എക്സ്പ്രഷൻസ് പ്രകടിപ്പിക്കാം. എല്ലാത്തിന്റെ അവസരങ്ങളുണ്ട്. മ്യൂട്ടാണ്, മ്യൂട്ട് മനഃപൂർവ്വം മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ഒരു ഡിസ്റ്റർബൻസ് വേണ്ട എന്നുള്ളതുകൊണ്ട്. അപ്പോ വളരെ ഭംഗിയായി അല്ലെ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചന്ദ്രമാഷ ഒരു കമന്റ് ഇട്ട കണ്ടു, നമ്മളെ ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടി എന്ത് ചെയ്തു, നമ്മളെ ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ലേ. നമ്മൾ ശ്വാസം കഴിക്കുന്ന പോലും നമ്മൾ അറിയുന്നില്ല, പക്ഷെ ഇത്രയും കാര്യങ്ങൾ അറിയുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പോ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വന്നതിനും നമ്മളോട് ഇത്രയും സമയം ഇങ്ങനെ സംവദിച്ചതിനും ഇനി അങ്ങോട്ടും ഇതേപോലുള്ള പല പല സംവാദങ്ങളും അതേപോലെ തന്നെ നോളജ് സെഷനൊക്കെ ആയിട്ട് സാർ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള നഗമണി നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. 1-2 കാര്യങ്ങളാണ് നമുക്ക് അഭിമാനം തരുന്ന 1-2 കാര്യങ്ങളാണ്. കാരണം നമ്മളിത് ഒരു സാധാരണക്കാരായ ഒരാളെടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് വാദപ്രതിവാദങ്ങളൊക്കെ നടക്കും. നിങ്ങൾക്ക് ഒരു വേറെ പണിയില്ലേ, ഇതൊക്കെ തട്ടിപ്പാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ സൂമിൽ തന്നെ ഒരുപാട് പല പല മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ് അല്ലെ. നമ്മളെപ്പോഴും നമ്മളൊരു പറയാനും എടുത്തു കാണിക്കാനും ഒക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു കണ്ണൂരിലെ ടീമിൽ 2-3 മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടെന്നില്ല, അവിടെ 5-8 കൂടുതൽ മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരുടെ ടീമിലും ഉണ്ടാവും, മിലിറ്ററിയിലും പോലീസിലും ഒക്കെ ഉള്ള, അതേപോലെ ടീച്ചേഴ്സ് അല്ലെ. കുറെ ആളുകള് ഒരു പ്രൊഫഷൻ അല്ലെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകളും അതേപോലെ റിട്ടയർമെന്റ് ചെയ്ത ആളുകളും നമ്മുടെ കൂടെ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെ. ആയുർവേദ ഡോക്ടേഴ്സ് ഇപ്പോ കൂടുതലായിട്ട് നമ്മുടെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അസോസിയേറ്റ് വരുന്നുണ്ട്. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി ഒരു ഡോക്ടറെ കാണാൻ പോകുന്ന സമയത്ത് മാഗ്നറ്റിക് തെറാപ്പി ഒന്നും അവർ ആയുർവേദ ഡോക്ടർ പെട്ടെന്ന് ഉൾക്കൊള്ളില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ മോർ പവറും അൾട്രാ പവർ ജ്യൂസും പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ഒക്കെ ഈസി ആയിട്ട് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം അവര് ഡെയിലി അവരെന്ന് മുതൽ ഈ ഒരു പാതയിലേക്ക് ഡൈവേർട്ടായോ അന്ന് മുതൽ കേൾക്കുന്ന സാധനങ്ങളാണ് ചക്കരക്കൊല്ലി, അതേപോലെ ഞാവൽപ്പഴം, പിന്നെ എന്തൊക്കെയാണ് അലോവേര, അങ്ങനെയുള്ള സകല ആയുർവേദ കണ്ടന്റും. അപ്പൊ അവർക്ക് അറിയാവുന്ന കണ്ടന്റുകളാണ് നമ്മുടെ പ്രൊഡക്ഷനിലുള്ളത്. അപ്പൊ മലയാളത്തിലുള്ള പ്രൊഫഷനൊക്കെ പ്രിന്റ് ഒക്കെ എടുത്ത് കയ്യിൽ വെച്ച് ഡോക്ടറെ സംസാരിച്ചു കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീറ്റെയിലിംഗ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. നിങ്ങൾ എപ്പോഴും
ഒരു ഔട്ട് ഓഫ് ദ ബോക്സ്, എപ്പോഴും ഫാമിലി ബോണസ് മാത്രം നോക്കി നടക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, കുറെ റീറ്റെയിൽ പോക്കറ്റുകൾ ഉണ്ടാക്കാനും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ റീറ്റെയിൽ പ്രോഫിറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ മാറി ചിന്തിക്കും എല്ലാവരും. നല്ല ഒരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് വളരെ വേഗം വലിയ വിജയങ്ങളിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ സൂം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വളരെ ശക്തമായി ബിസിനസ് ചെയ്യുന്ന എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ലീഡർ ഉണ്ട് അഭിലാഷ് സാർ. അഭിലാഷ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. വെൽക്കം. താങ്ക് യു സർ. വെൽക്കം സർ. നമ്മുടെ പ്രിയപ്പെട്ട എംസും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഒരു സൂം എന്തുകൊണ്ടും തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. നമ്മുടെ കമന്റ് ബോക്സുകളിലൊക്കെ അത് തികച്ചും ഒരു വ്യത്യസ്തമായ പ്രസന്റേഷൻ എന്നുള്ള നിലക്ക് അതിന്റെ കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ലീഡർ വിനീഷ് സാറായിരുന്നു ഇന്നത്തെ MC. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ മുഖവുരയുടെ ആവശ്യമില്ലാത്ത ഒരു ലീഡറാണ്. നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ പ്രസന്റേഷൻ നമ്മൾ കേൾക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സൂമിലൂടെ രാവിലെ 6 AM ക്ലബിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ അത്തരം പ്രസന്റേഷനുകൾ നമുക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും താങ്ക് യു വിനീഷ് സാർ. വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട MC കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മള് ഒരു വ്യത്യസ്തത എന്ന് വേണം പറയാനായിട്ട്. തുടക്കം മുതൽ ഈ ഒരു സമയം വരെ നമ്മുടെ സതീശൻ സാറ് നമ്മളെല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി കാണേണ്ട ഒരു വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായവും. അത് തന്നെയാണ്. കാരണം നമ്മളെല്ലാവരും സമാധാനത്തോടു കൂടി നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവര് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്ന അവരുടെ ജീവിതമാണ്. അല്ലെങ്കിൽ അവരുറങ്ങാതെ ഇരിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് എന്ന് വേണം പറയാനായിട്ട്. അതാണ് ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ. നമ്മളെല്ലാവരും പ്രൗഡാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ആ ഒരു ജവാന്മാർ. ഒരുപാട് രക്തസാക്ഷികൾ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ അയൽ രാജ്യം, ശത്രു രാജ്യം എന്ന് വേണം പറയാനായിട്ട്, നമ്മളെ നിരന്തരം ആക്രമിക്കുന്നു. നമ്മൾ തിരിച്ചടി കൊടുക്കുന്നു. ഈ സമീപ സമയത്ത് വരെ അതിന് നമ്മൾ തിരിച്ചടി കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതുപോലെ നമ്മുടെ രാജ്യം ആക്രമിക്കപ്പെടുമ്പോൾ അതിന് പ്രൊട്ടക്ഷൻ, അതിന് സംരക്ഷണം നൽകുന്നവരാണ് പലപ്പോഴും സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു കോമഡി കഥാപാത്രങ്ങളായിട്ട് അവരെ സിനിമകളിലൂടെയും മറ്റും അവതരിപ്പിക്കുന്നതായിട്ട് സാറ് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ശരിയുമാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, കോമഡിയിലും സ്കിറ്റിലും സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവര് തള്ളു പറയുന്നതാണ് എന്നുള്ള നിലക്ക് അവരെ പട്ടാളക്കാരെ അവരെ ആക്ഷേപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കോമഡിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ കുറിച്ചും ചെയ്യാറുണ്ട്. സാർ സൂചിപ്പിച്ച പോലെ തന്നെ ശരിയാണ്. എന്നാൽ യഥാർത്ഥ വസ്തുത അദ്ദേഹം സൂചിപ്പിച്ചു. എന്താണ് അവരനുഭവിച്ച, നമ്മളിവിടെ കടപ്പുറത്ത് കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ആ ജീവിത സാഹചര്യം അങ്ങനെയാണ്. പല മഞ്ഞിലും മഴയിലും ഒക്കെ ആ ആർമി എന്ന് പറയുന്ന ഒരു വിഭാഗം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവര് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രിയപ്പെട്ട ലീഡറാണ് നമ്മളോട് ഇന്നിപ്പോ ഈ ഒരു മണിക്കൂർ സമയം സംസാരിച്ചത്. ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടി. ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു യാത്ര കൊണ്ടുപോയതാണ്. വളരെ വ്യക്തമാണ് ആ യാത്ര. എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹൃദയ വെടിപ്പ് തുടങ്ങിയിട്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങൾ സംസാരിച്ച് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ആ കാര്യങ്ങളെ കണക്ട് ചെയ്തു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം. ഒരു POP പ്രസന്റേഷൻ, നമ്മുടെ ഒരു പ്രസന്റേഷൻ പൂർത്തിയാക്കിയ ആ ഒരു രീതിയിലാണ് ഇന്ന് അദ്ദേഹം കൈകാര്യം ചെയ്തത്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും, നമ്മുടെ വാട്ടർ എനർജി പാഡും റിസ്റ്റ് ബാൻഡും, നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും, നിയോഡീമിയം മാഗ്നറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതായത് ഒരു ഫുള്ള് ഒരു കോംബോ പാക്ക് എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുകയാണ്. ഇനിയും സാറിന്റെയൊക്കെ കൂടുതൽ പ്രസന്റേഷൻസ് നമ്മൾ ആഗ്രഹിക്കുകയാണ്.
നമ്മുടെ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ഒരു കാതലായിട്ടുള്ള കാര്യമാണ് അറിവുകൾ പങ്കുവെക്കുക എന്നുള്ളത്. ആ അറിവുകളിലൂടെയാണ് നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ബിസിനസ്സിൽ ആരെല്ലാം വിജയിച്ചിട്ടുണ്ടോ അവരെല്ലാം ഈ ക്ലാസ് റൂമിൽ കയറിയിട്ടുള്ള ആളുകൾ മാത്രമേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വിജയിച്ചിട്ടുള്ളൂ. അങ്ങനെ ക്ലാസ് റൂമിൽ കയറാത്ത ആളുകൾ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വിജയിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരാരും വിജയിക്കാൻ സാധ്യതയില്ല എന്ന് വേണം പറയാൻ. ബൈ ചാൻസിൽ ചിലപ്പോൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ ആള് വന്നിട്ട് ചിലപ്പോൾ അച്ചീവറായി മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ അത് താൽക്കാലികം മാത്രമാണ്. പെർമനന്റ് ആയിട്ടുള്ള ഒരു സക്സസിലേക്ക് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ നിരന്തരം ഈ ക്ലാസ് റൂം ഓറിയന്റഡ് ആയിട്ട് മാറണം. ക്ലാസ് റൂം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അങ്ങനെ ക്ലാസ് റൂമിൽ കയറാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ രാവിലെയുള്ള പ്രോഗ്രാമിലേക്ക് കയറ്റണം. നമ്മുടെ NDOPകൾ, നമ്മുടെ കോഴിക്കോട് പ്രോഗ്രാം നടക്കുന്നത്, അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളുണ്ട്. അവിടെ എല്ലാം നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ, നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളെ മുഴുവനും ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കയറ്റണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്, എല്ലാവരോടും ആവശ്യപ്പെടാനുള്ളത്. നമ്മളെല്ലാവരും ആ നിലക്ക് ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡ്, ഇപ്പൊ വിനീഷ് സാറിനെ സംബന്ധിച്ചറിയാം, എല്ലാ പ്രോഗ്രാമുകളിലും അദ്ദേഹമുണ്ട്. അദ്ദേഹം പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിരന്തരമായി ഈ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആരെല്ലാം നമുക്ക് പഠിക്കാൻ തയ്യാറാവുന്നോ അവർ മാത്രമേ പഠിപ്പിക്കാൻ തയ്യാറാവുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് പഠിപ്പിക്കണം. നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള ആളുകളെ, മുഴുവൻ ആളുകളെയും കൃത്യമായ രീതിയിൽ അവയർനെസ് കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണമെങ്കിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഇത് പകർന്നു കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ പകർന്നു കൊടുത്തിട്ടാണ് നമ്മുടെ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണമെങ്കിൽ കൃത്യമായ രീതിയിലേക്കുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ KBC എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് നിരവധി പ്രോഗ്രാമുകളാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാം ഭാഗമായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറണം. ഇന്ന് കിട്ടിയ അറിവുകൾ നമുക്ക് ഫീൽഡിൽ പ്രയോഗിക്കാൻ വേണ്ടി കഴിയണം. ഞാൻ നിരന്തരം പറയുന്ന കാര്യമാണ്, ഫീൽഡിൽ ആരെല്ലാമാണ് ഈ കാര്യങ്ങൾ പ്രയോഗിക്കുന്നത് അവർക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുള്ളൂ. പുസ്തകത്തിലെ പശു പുല്ല് തിന്നില്ല എന്നുള്ള കാര്യം നമ്മൾ എല്ലാ പ്രോഗ്രാമുകളിലും പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പുസ്തകത്തിലെ പശുവായി മാറാതെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇന്നൊരു മിനിമം ഒരു 5 വ്യക്തികളോടെങ്കിലും ഈ ബിസിനസ് പറയാൻ തയ്യാറാകാണ്. ഇന്നലെ ഞങ്ങള് ഒരു വർക്കിൽ ഇറങ്ങിയ സമയത്ത് ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടായി. സൂചിപ്പിച്ച പോലെ ഒരു ആയുർവേദ ഡോക്ടറാണ്. വളരെ പോസിറ്റീവായിട്ട് ഇതിനെ കേൾക്കുകയും ഒരു പോസിറ്റീവ് റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായി അവർ ഈ ബിസിനസ്സുമായിട്ട് കണക്ട് ആകാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചു. അവർ ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയും അവർക്ക് ഇത് വാങ്ങിച്ചുപയോഗിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാറി നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ത് പറയും, അല്ലെങ്കിൽ സമൂഹത്തിന്റെ അവരെല്ലാം ഇത് പഠിച്ചിട്ടുള്ള ആളുകളല്ലേ. മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ഈ വിഷയത്തെ കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകൾ നമ്മളാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. നമുക്കാണ് ഈ വിഷയത്തെ കുറിച്ച് അറിയുന്നത്. ആ അറിവ് നമ്മൾ പങ്കുവെക്കുമ്പോൾ അവരുടെ അറിവും നമ്മുടെ അറിവും തമ്മിൽ വ്യത്യസ്തതയുണ്ട്. പല ചികിത്സകൾ, ഇപ്പോ ആയുർവേദ ഡോക്ടർക്ക് ഒരിക്കലും അലോപ്പതിയെ കുറിച്ച് സംസാരിക്കാൻ ചിലപ്പോൾ കഴിയില്ല. അലോപ്പതി ഡോക്ടർക്ക് ഒരു ഹോമിയോപ്പതിയെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ 100 കണക്കിന് ഓൾട്ടർനേറ്റീവ് ചികിത്സകൾ നമ്മുടെ രാജ്യത്തുണ്ട്, അല്ലെ ലോകത്തെമ്പാടുമുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക. ഓരോ അറിവും ഓരോ ചികിത്സാ രീതിയും വ്യത്യസ്തമാണ്. നമ്മുടെ ചികിത്സാ രീതിയും തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ പ്രോഡക്റ്റുകൾ യൂണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ആ കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയണം. ഇന്നൊരു മിനിമം 5 വ്യക്തികളോടെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് സെയിലുകൾ എടുക്കാനായിട്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഉപകാരപ്പെടണം. ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ കയറിയിട്ടുള്ള മുഴുവൻ ആളുകളും നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ പ്രോഗ്രാമിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പോ രാവിലെ 6 AM ക്ലബിൽ നിരന്തരം സ്ഥിരമായി കയറുകയും ഈ വീഡിയോ ഓൺ ചെയ്തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും, അതോടൊപ്പം തന്നെ വീഡിയോ ഓഫ് അല്ലെങ്കിൽ ഓൺ ചെയ്യാൻ സാഹചര്യമില്ലാത്ത ആളുകളുണ്ട്. അവരെല്ലാവരും അറ്റൻറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളത്. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. നാളെ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ കയറുമ്പോൾ പുതിയൊരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിലേക്ക് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു മനസ്സിൽ തീരുമാനമെടുത്തിരിക്കണം. നാളെ ഞാൻ കയറുമ്പോൾ എന്റെ ടീമിൽ നിന്ന് 2 വ്യക്തികൾ ഈ പ്രോഗ്രാമിൽ ഉണ്ടാകും എന്നുള്ള നിലക്ക് ഒരു തീരുമാനമെടുക്കണം. അവർക്ക് സൂം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായ രീതിയിലേക്ക് അത് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തിട്ട് അവരെ കൂടി ഈ പ്രോഗ്രാമിന്റെ ഭാഗമാക്കി മാറ്റണം. എനിവേ, എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം കൈകാര്യം ചെയ്ത സതീശൻ സാറിനോടുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ
നമ്മുടെ മിനീഷ് സാറിനോടുള്ള സ്നേഹവും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.